ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്ലാന്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ലോറ പെറ്റാലം പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ പ്രൂണിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്ലാന്റിന് ബോർഡറായിട്ട് കൊടുത്തിരുന്ന അരേലിയ പ്ലാന്റ്സൊക്കെ ഒരുവിധം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിന്ന് പറിച്ച് വേറെ പോട്ടിൽ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ടൊറേനിയ പ്ലാന്റ്സും കൂടിയിട്ട് ഇതിൽ താനെ മുളച്ച് വന്നിട്ടുണ്ട്. അതും നമുക്ക് വേറൊരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിന്നത് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലുള്ള കളകളെല്ലാം പറിച്ച് മാറ്റി കളയണം. പിന്നെ ഇതിൽ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള അരേലിയ അത്യാവശ്യം നന്നായിട്ട് നല്ല ചെറിയ ചെറിയ കൂമ്പുകൾ കുത്തിയതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വേര് പൊട്ടാതെ അതെല്ലാം പറിച്ചെടുത്തു. ഈ പ്ലാന്റ് ഇരിക്കുന്നത് നല്ല കക്കാനുള്ളൊരു പോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കത് എപ്പോഴും എടുക്കാനും അത് പ്രൂൺ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യണത്. ഇതിൻ്റെ നീണ്ടു നിൽക്കുന്ന കമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇതിന്ന് പതുക്കെ പറിക്കാൻ നോക്കണം, വേരൊന്നും പൊട്ടാതെ. അതെടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ചട്ടിയിലേക്കാണ് നമ്മളിത് റീപ്ലാന്റ് ചെയ്യാൻ പോണത്. കൊക്കോപിറ്റും ആട്ടുംകാട്ടവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മളിതിൽ ചേർത്തുന്നത്. അടിയിൽ കുറേ കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പ്ലാന്റ് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള പോട്ടി മിക്സ് നിറക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ പുതിയ പോട്ടിൽ സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഒരു പ്ലാന്റും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ടിലേക്ക് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ മറ്റേ ചെയ്ത പോലെ തന്നെ അരേലിയ എല്ലാം പറിച്ചെടുത്തിട്ട് ഇത്രയും അരേലിയ ഇത് ഓരോ ചട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 5-6 പോട്ടിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഇതുപോലെ ഈ ടൊറേനിയ പ്ലാന്റും അരേലിയും എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. കൂടെ കളകളും ഉണ്ട്. അതെല്ലാം നമ്മൾ പറിച്ച് മാറ്റിയിട്ട് നമ്മളിത് അടുത്ത പോട്ടിലേക്ക് വെക്കാൻ പോകുന്നത്. സെക്കൻഡ് പ്രൂണിങ് ഒക്കെ ഇത് ചെയ്തതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന കാരണം കൊണ്ട് ഇപ്പോൾ പ്രൂൺ ചെയ്യാനായിട്ടുള്ള വളർച്ചയൊന്നും ആയിട്ടില്ല. എന്നാലും പുതിയ തളിർപ്പുകൾ വരാൻ വേണ്ടിയിട്ട് ആ കൂമ്പ് ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്ലാന്റിനെ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിവർത്തി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്ലാന്റിനെ ഇളക്കിയെടുക്കരുത്. അതിനൊന്ന് പോട്ടൊന്ന് പതുക്കെ കിടത്തി വെച്ചതിന് ശേഷം പ്ലാന്റ് മെല്ലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പോട്ടിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ പോട്ടി മിക്സ് ഇട്ടിട്ട് സെറ്റാക്കി ഫില്ലാക്കി എടുക്കണം. ഇതിൽ ഒരു പോട്ടിൽ തന്നെ നമ്മൾ 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 പ്ലാന്റായിട്ട് വെച്ചാലാണ് നമുക്കിത് വളർന്നു വരുന്തോറും ബുഷിയായിട്ട് കിട്ടുള്ളൂ. ഈ പ്ലാന്റ് ഇതിനേക്കാളും അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ട് ഇതിൽ നന്നായിട്ട് ഫ്ലവറൊക്കെ ചെയ്ത് വന്നിരുന്നായിരുന്നു. ഇത് ഇപ്പോൾ രണ്ടാമത് പ്രൂണിങ് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ചെറിയൊരു പ്ലാന്റായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചെടി. ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റിയ ടൊറേനിയ ചെടികളെ നമുക്കൊരു ചെറിയ പോട്ടിലേക്ക് ആക്കാം. ഈ പോട്ടിലാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പോണത്. ഇതിലിപ്പോൾ പൂക്കളൊരു 3-4 കളറ് പൂക്കളായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ കൂടാതെ തന്നെ കുറച്ചുകൂടി ടൊറേനിയ പ്ലാന്റ്സും കൂടി ഉണ്ട്. അത് നമുക്കൊന്നിച്ചൊരു വലിയ പോട്ടിലാക്കണം. ആ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന അരേലിയ പ്ലാന്റ്സ് നമുക്കൊരു 3 ചെറിയ പോട്ടുകളിലേക്ക് അതും മാറ്റിയിട്ടുണ്ട്. 3 പോട്ടുകളിലായിട്ട് അതും നമ്മളത് പിടിപ്പിച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 തരം അരേലിയ മിക്സഡായിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡൻ അരേലിയും ഉണ്ട്, സാദാ ബോൾ അരേലിയും ഉണ്ട്. അതിൽ രണ്ടും കൂടി എനിക്ക് സെപ്പറേറ്റ് ആക്കാൻ ശരിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി കലർന്നാണ് ഇരിക്കുന്നത്. രണ്ടും മിക്സഡ് ആണെങ്കിലും നമ്മൾ അത്യാവശ്യം അധികം വെയിലില്ലാത്തൊരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഗ്രീൻ കളറായിട്ട് തന്നെ നിൽക്കുള്ളൂ. ഗോൾഡൻ കളർ അങ്ങനെ കാണാൻ വഴിയില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കണം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.